ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും എന്ന് അരുളി ചെയ്ത കർത്താവ് യേശുവിൻ്റെ വരവ് ഏറ്റവും സമാഗതമായി. ദൈവസഭ ഈ നാളുകൾ കേൾക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൂതുമായിട്ടത്രേ ഈ എപ്പിസോഡിൽ നാം ആയിരിക്കുന്നത്. എന്തിനായി നിങ്ങൾ ഒരുങ്ങുന്നു? ദൈവസഭയുടെ ഉൾപ്രാവണത്തിനോ അതോ മഹത്വ പ്രത്യക്ഷതയ്ക്കോ? രണ്ട് കാര്യങ്ങളും ഒന്നല്ല, അത് രണ്ടും രണ്ട് അത്രേ. അതുകൊണ്ട് ഈ നാളുകളിൽ ദൈവത്തിൻ്റെ കൃപയാൽ പ്രത്യാശയോടെ നമുക്ക് തല ഉയർത്താം. ദൈവത്തിൻ്റെ വചനപ്രകാരം യേശുവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ഒരിക്കൽ കൂടെ വചന സന്ദേശത്തിലേക്ക് ക്രൈസ്റ്റ് സെൻറ്റർ ഫാമിലി സന്തോഷം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പകൽ ചോദ്യം ഇതാണ്: എന്തിനായി നിങ്ങൾ ഒരുങ്ങി കാത്തിരിക്കുന്നു? ഉൾപ്രാവണത്തിനോ അതോ മഹത്വ പ്രത്യക്ഷതയ്ക്കോ? തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 12-13 വാക്യങ്ങൾ, 1 കൊരിന്ത്യർ 1:7 തുടങ്ങിയ സ്ഥലങ്ങളിൽ യേശു കർത്താവിൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ച് പറയുന്നു. രണ്ട് പ്രത്യക്ഷതകളെക്കുറിച്ച് സമാന്തരമായി ദൈവത്തിൻ്റെ വചനത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ ഗുണം കഴിയും. ഒന്ന് മേഘപ്രത്യക്ഷത, മറ്റൊന്ന് മഹത്വ പ്രത്യക്ഷത. എന്താ മഹത്വ പ്രത്യക്ഷതയുടെ പ്രത്യേകത? 2000 വർഷങ്ങൾക്ക് മുമ്പ് പാപികൾക്ക് വേണ്ടി കടന്നു വന്നവനായ കർത്താവ് ലോകജാതികൾ മുഴുവൻ കാണത്ത ക്രമത്തിൽ, എല്ലാ രാജ്യങ്ങളും രാജാക്കന്മാരും ടെലിവിഷൻ ചാനലുകളും കാണത്ത ക്രമത്തിൽ ലൈവ് ടെലികാസ്റ്റായി ലോകം മുഴുവൻ അറിയത്തക്ക ക്രമത്തിൽ അതേ യേശു ഒരു മലയിൽ ഇറങ്ങി നിൽക്കുവാൻ വേണ്ടി പോകുന്നു. അന്ന് ലോകത്തിലുള്ളതായ സകല രാജ്യങ്ങളും രാജാക്കന്മാരും അവനെ നോക്കി വിലപിക്കും എന്ന് തിരുവചനം ശക്തവും വ്യക്തവും കൃത്യമായി അതെ വിളിച്ചു പറയുന്നു. അവനെ കുത്തിയവർ പോലും അവങ്കിലേക്ക് നോക്കും എന്ന് സഖരിയാവ് പ്രവചിക്കുകയാണ്. എന്നാൽ അന്ന് വന്നതുപോലെ, അതായത് 2000 വർഷങ്ങൾക്ക് മുമ്പ് വന്നതുപോലെയല്ല മഹത്വ പ്രത്യക്ഷതയിൽ യേശു ഇനി വരുവാൻ വേണ്ടി പോകുന്നത്. ഇനി യേശു കർത്താവ് കടന്നു വരുമ്പോൾ യഹൂദ ഗോത്രത്തിലെ സിംഹമായി യേശു വരുവാൻ പോകുന്നു. എന്നാൽ മറന്നു പോകരുത്, അന്ന് തണുത്ത യോർദാൻ്റെ വെള്ളത്തിൽ ഇറങ്ങി നിന്ന് സ്നാനപ്പെടേണ്ടതിന് നടന്നു വന്ന യേശുവിനെ നോക്കി യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, ദൈവത്തിൻ്റെ കുഞ്ഞാടായി അന്ന് വന്നവനായി യേശു ഇനി യഹൂദ ഗോത്രത്തിലെ സിംഹമായി മടങ്ങി വരുവാൻ വേണ്ടി പോകുന്നു. അന്ന് പാപികൾക്ക് വേണ്ടി വന്നവനായി യേശു ഇനി വിശുദ്ധന്മാർക്ക് വേണ്ടി വരുവാൻ പോകുന്നു. അന്ന് ക്രൂശിൽ കിടക്കാനായി വന്നവനായി യേശു തൻ്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനത്തിൽ 1000 വർഷം ഇരിക്കേണ്ടതിന് അവൻ വരുവാൻ പോകുന്നു. അന്ന് മരിക്കാൻ വന്നവനായി യേശു ഇനി 1000 ആണ്ട് ഭരിക്കുവാൻ വരുവാൻ വേണ്ടി പോകുന്നു. അന്ന് വന്നപ്പോൾ യേശുവിൻ്റെ തലയിൽ ഒരു മുൾക്കിരീടമെങ്കിൽ ഇനി യേശു കർത്താവ് മടങ്ങി വരുമ്പോൾ കിരീടങ്ങൾക്ക് മീതെ കിരീടം ധാരിപ്പാൻ യേശു കടന്നു വരുവാൻ വേണ്ടി പോകുന്നു. അന്ന് വന്നപ്പോൾ പീലാത്തോസ് യേശു കർത്താവിനെ ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു. യൂദ യേശു കർത്താവിനെ കാണിച്ചു കൊടുത്തു. പത്രോസ് അതിനിടയ്ക്ക് യേശുവിനെ തള്ളിപ്പറഞ്ഞു. ഹെരോദാവ് യേശുവിനെ കളിയാക്കി. എന്നാൽ ഇനി യേശു കർത്താവ് കടന്നു വരുമ്പോൾ പ്രസിഡന്റുമാർ, രാജാക്കന്മാർ, പ്രധാനമന്ത്രിമാർ യേശുവിൻ്റെ മുൻപിൽ മുട്ടുമടക്കുവാൻ വേണ്ടി പോകുന്നു. കാരണം സകല നാമത്തിനും മേലായ നാമം നസ്രയനായ യേശുവിൻ്റെ നാമം അത്രേ. അതിൻ്റെ പേരത്രേ മഹത്വ പ്രത്യക്ഷത. എന്നാൽ നമ്മുടെ യഥാർത്ഥ ലക്ഷ്യമെന്ന് പറയുന്നത് മഹത്വ പ്രത്യക്ഷതയല്ല, മേഘ പ്രത്യക്ഷതയത്രേ. യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ, ആധാർ കാർഡിലല്ല ജീവൻ്റെ പുസ്തകത്തിൽ പേര് എഴുതപ്പെട്ടവർ. അതേ പ്രാവുകൾ കുറുകുന്നത് പോലെ നാഥനെ വരണമേ, കാന്തനെ വരണമേ എന്ന് പറഞ്ഞ് കുറുകെ കാത്തിരിക്കുന്നതായ ദൈവത്തിൻ്റെ സഭ പ്രാവിൻ കൂട്ടം പറന്നു പോകുന്നത് പോലെ ഓസ്ട്രേലിയ മുതൽ അമേരിക്ക വരെ ഈ ലോകത്തിൽ നിന്ന് പറന്നു പോകേണ്ട ഒരു കാലഘട്ടം അത്രേ ഇത്. യേശു കർത്താവ് വരാറായി. മേഘപ്രത്യക്ഷതയ്ക്കായി നമുക്ക് ഒരുങ്ങാം. എന്നാൽ മേഘപ്രത്യക്ഷയും മഹത്വ പ്രത്യക്ഷയും തമ്മിലുള്ളതായ 7 പ്രധാനപ്പെട്ടതായ വ്യത്യാസങ്ങൾ ഞാൻ വേഗത്തിൽ പറയട്ടെ. ഒന്നാമതായി, അതിൻ്റെ സ്ഥലം എവിടെയാണ്? തിരുവചനം പറയുന്നു, ഒന്നാമതായി കർത്താവ് യേശു ക്രിസ്തു കടന്നു വരുന്നത് മേഘങ്ങളിൽ യേശു കടന്നു വരുവാൻ വേണ്ടി പോകുന്നു. 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം 16-17 ഞാൻ ആവർത്തിക്കട്ടെ. 1 തെസ്സലോനിക്കർ 4:16-17 വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാളധ്വനിയോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്ത് നിൽക്കും, ജീവനോട് ശേഷിക്കുന്ന രൂപാന്തരപ്പെടും, നാം മേഘങ്ങളിൽ എടുത്തുകൊള്ളപ്പെടും. ഒന്നാമത്തെ പ്രത്യക്ഷത, അതായത് മേഘപ്രത്യക്ഷത. മേഘങ്ങളിലത്രേ യേശു കർത്താവിൻ്റെ കൃപയാൽ, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കൃപയാൽ രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനം മേഘങ്ങളിലേക്ക്, അതായത് മധ്യാകാശത്തിലേക്ക് എടുത്തുകൊള്ളപ്പെടുവാൻ വേണ്ടി പോകുന്നു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യം വേദപുസ്തകം പറയുന്നു, അതെ, ഇതാ യേശു മേഘാരൂഢനായി മടങ്ങി വരുന്നു. മേഘാരൂഢനായി മടങ്ങി വരുമ്പോൾ ദൈവത്തിൻ്റെ സഭ അവർ മേഘങ്ങളിലേക്ക്, മധ്യാകാശത്തിലേക്ക് എടുത്തുകൊള്ളപ്പെടുവാൻ വേണ്ടി പോകുന്നു. ഒരു ടേബിൾ കണ്ടാട്ടെ. ഒരു വശത്ത് റാപ്ചർ ഓഫ് ദ ചർച്ച്, മേഘപ്രത്യക്ഷതയും, മറ്റൊന്ന് അതെ ദ ഗ്ലോറിയസ് അപ്പിയറൻസ്, മഹത്വ പ്രത്യക്ഷതയും. ഒരു വശത്ത് മേഘപ്രത്യക്ഷത, മറ്റൊന്ന് മഹത്വ പ്രത്യക്ഷത. മേഘപ്രത്യക്ഷത നടക്കുന്നത് മധ്യാകാശ
ആകാശത്തിലാണ്. എന്നാൽ മഹത്വ പ്രത്യക്ഷം നടക്കുന്നത് എവിടെയാണ്? സഖരിയ പ്രവചനം 14-ാം അധ്യായം. ആ അധ്യായം ഞാൻ ആവർത്തിച്ച് ഈ എപ്പിസോഡിൽ പറയും. സഖരിയ പ്രവചനം 14-ാം അധ്യായം 2-3 വാക്യങ്ങളിൽ കർത്താവ് യേശു നിൽക്കുവാൻ വേണ്ടി പോകുന്നത് മോരിയാമലയിലല്ല, ഒലിവുമലയിൽ. മോരിയാമലയേക്കാൾ ഉയർന്ന സ്ഥലമാണ് ഒലിവുമല. പാരമ്പര്യപ്രകാരം ആരാണ്ട് മോരിയാമലയിൽ നിന്ന് പോയെന്ന് കേൾക്കുന്നു. പക്ഷേ തൻ്റെ നാമം മറ്റൊരുത്തന് വിട്ടുകൊടുക്കാത്തവനായ കർത്താവ് ഏറ്റവും ഉയർന്ന മലയാകുന്ന ഒലിവുമലയിൽ നിന്നത്രേ, ആ പ്രദേശത്തിലെ ഏറ്റവും ഉയർന്ന മലയായ ഒലിവുമലയിൽ നിന്നത്രേ യേശു കർത്താവ് സ്വർഗത്തിലേക്ക് കടന്നുപോയത്. അതേ ഒലിവുമലയിൽ യേശു മടങ്ങി വരുവാൻ വേണ്ടി പോകുന്നു. മഹത്വ പ്രത്യക്ഷ നടക്കുന്നത് ഒലിവുമലയിൽ. ഒലിവുമലയിൽ കർത്താവ് നിൽക്കുമ്പോൾ ഒലിവുമല രണ്ടായി വിഭാഗിക്കപ്പെടും. ആ കിദ്രോൻ താഴ്വരയിൽ ദശലക്ഷക്കണക്കിന് കിൻഡൽ മണ്ണുകൾ നിറയും. പുതു ഹൈവേ ഉണ്ടാകും. അതിലൂടെ നടന്ന് ഇന്ന് അടയ്ക്കപ്പെട്ട കിഴക്കേ വാതിലിനെ തുറന്നുകൊണ്ട് യേശു യെരുശലേമിലേക്ക് പ്രവേശിക്കും. 1000 ആണ്ട് രാജാതി രാജാവായി വാഴും. അതുകൊണ്ട് കേൾക്കണമേ, മഹത്വ പ്രത്യക്ഷത നടക്കുന്നത് ദ പ്ലാറ്റ്ഫോം ഓഫ് ദ ഗ്ലോറിയസ് അപ്പിയറൻസ്. മഹത്വ പ്രത്യക്ഷതയുടെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഒലിവുമല അത്രേ. രണ്ടും നടക്കുന്നത് 2 സ്ഥലങ്ങളിലാണ്. രണ്ടാമതായി തിരുവചനത്തിൽ ഞാൻ പറയട്ടെ, അത് മഹാ ഉപദ്രവത്തിന് മുൻപാണ് അത് മേഘപ്രത്യക്ഷത നടക്കുന്നത്. എങ്ങനെ പറവാൻ തക്കോണം കഴിയും? ചില വാക്യങ്ങൾ വേഗത്തിൽ പറഞ്ഞു പോയാൽ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 10-ാം വാക്യം, 1 തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യം, 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം 9-ാം വാക്യം, ഇതൊക്കെ വായിക്കുമ്പോൾ മഹാ ഉപദ്രവത്തിന് മുൻപ്, അന്തിക്രിസ്തുവിന്റെ കാലഘട്ടത്തിലുണ്ടാകുന്ന മഹാ ഉപദ്രവത്തിന് മുൻപ് ദൈവത്തിൻ്റെ സഭ എടുത്തുകൊള്ളപ്പെടുവാൻ വേണ്ടി പോകുന്നു. എവിടെ നോക്കിയാലും 666 സംസാര വിഷയം ആയിരിക്കുന്നു. ആധാർ കാർഡ് ഇല്ലാതെ നിങ്ങൾക്ക് പല കാര്യങ്ങൾ ഇന്ന് ചെയ്യുവാൻ കഴിയത്തില്ല എന്ന് ചിന്തിക്കുന്നു. പല കാർഡുകളും പല നമ്പറുകളും 666ലേക്കും അന്തിക്രിസ്തുവിലേക്കും ഇതാ വിരൽ ചൂണ്ടുകയാണ്. അറ്റ് എനി ടൈം സകല കാർഡുകളും നമ്പറുകളും ഇതാ അന്തിക്രിസ്തു എന്ന ഹൈവേയിലേക്ക് അല്ല, സത്യക്രിസ്തു എന്ന കർത്താവിൻ്റെ വരവിന് വേണ്ടി ഇതാ തുറന്നിരിക്കുന്നു. സഹോദരങ്ങളെ, അതുകൊണ്ട് രണ്ടാമതായി സംഭവിക്കുന്നതായ പ്രധാനപ്പെട്ട കാര്യം, മഹാ ഉപദ്രവത്തിന് മുൻപ് ദൈവത്തിൻ്റെ സഭ എടുത്തുകൊള്ളപ്പെടുവാൻ വേണ്ടി പോകുന്നു. ഒരു പക്ഷേ നിങ്ങൾ ചോദിക്കും, ബ്രദർ സുരേഷ് ബാബു, മഹാ ഉപദ്രവത്തിന് മുൻപ് ദൈവത്തിൻ്റെ സഭ എടുത്തുകൊള്ളപ്പെടുമെന്ന് എങ്ങനെ പറയാൻ തക്കോണം കഴിയും? 3 ഉപദേശങ്ങളാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ദ പോസ്റ്റ് ട്രിബുലേഷൻ, മിഡ് ട്രിബുലേഷൻ ആൻഡ് പാസ്റ്റ് ട്രിബുലേഷൻ. അതായത് മഹാ ഉപദ്രവത്തിന് മുൻപ് ദൈവസഭ എടുത്തുകൊള്ളപ്പെടും. മിഡ് ട്രിബുലേഷൻ, ആ മഹാ ഉപദ്രവത്തിന് മധ്യത്തിൽ ദൈവത്തിൻ്റെ സഭ എടുത്തുകൊള്ളപ്പെടും. ആ മഹാപദ്രവത്തിന് ശേഷം ദൈവത്തിൻ്റെ സഭ എടുത്തുകൊള്ളപ്പെടും. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു, കാരണം തിരുവചനം അങ്ങനെ പറയുന്നു, ഒരിക്കലും കർത്താവ് പിശാചിൻ്റെ കയ്യിൽ കളിപ്പാട്ടമായി ദൈവസഭയെ ഇട്ടുകളയത്തില്ല. ദൈവത്തിൻ്റെ സഭയ്ക്ക് അതതിൻ്റെതായ ഉപദ്രവങ്ങൾ ഉണ്ട്. ആദിമ നൂറ്റാണ്ട് തുടങ്ങി ദൈവത്തിൻ്റെ സഭ പീഡിപ്പിക്കപ്പെട്ടു. ഇന്നും ദൈവത്തിൻ്റെ സഭ നിന്നുകൊണ്ട് ഇരിക്കുന്നത് അത് രക്തസാക്ഷികളെ വിയർപ്പിലും ദൈവഭക്തന്മാരുടെ കണ്ണുനീരിലും നിലവിളിയിലും ആണ്. ഈ അതേ കാലഘട്ടത്തിൽ തന്നെ സിറിയയിലെ ഇറാഖിലെ ആയിരക്കണക്കിന് ക്രിസ്ത്യാനികൾ ക്രിസ്തുവിൻ്റെ നാമം നിമിത്തം ഇതാ കൊല്ലപ്പെടുന്നു. ഇന്തോനേഷ്യ മുതൽ സൗദി അറേബ്യ വരെ ഈ ദിവസങ്ങളിൽ അതേ ആയിരക്കണക്കിന് ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നു. പക്ഷേ തിരുവചനം വളരെ ശക്തവും കൃത്യവുമായി പറയുന്നു. 74-ാം സങ്കീർത്തനം 19-ാം വാക്യം വായിക്കുമ്പോൾ, ദുഷ്ടമൃഗത്തിൻ്റെ കയ്യിൽ കുറുപ്രാവാകുന്ന ദൈവസഭയെ കർത്താവ് ഇട്ടുകൊടുക്കത്തില്ല. കുറുപ്രാവാകുന്ന കർത്താവിൻ്റെ ജനമാകുന്ന എന്നെയും നിങ്ങളെയും മഹാ ഉപദ്രവ കാലയളവിൽ ദുഷ്ടമൃഗമാകുന്ന അന്തിക്രിസ്തുവിൻ്റെ കയ്യിൽ ദൈവം ഇട്ടുകൊടുക്കത്തില്ല. അതുകൊണ്ട് 666 എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ അത് വിയർക്കേണ്ട കാര്യം ഇല്ല. 777 കേട്ട് അതേ രോമാഞ്ചം പ്രാപിക്കുക. കാരണം പിതാവായ ദൈവം 7, പുത്രനായ ക്രിസ്തു 7, തൃത്വത്തിൽ 3-ാമനായ പരിശുദ്ധാത്മാവ് ദൈവം 7, ഹീസ് ദ ഗാഡ് ഓഫ് പെർഫെക്ഷൻ. യേശു കർത്താവ് മടങ്ങി വരുന്നു. മഹത്വ പ്രത്യക്ഷതയ്ക്ക് മുൻപ് മേഘപ്രത്യക്ഷതയിൽ ദൈവസഭ എടുത്തുകൊള്ളപ്പെടുവാൻ വേണ്ടി പോകുന്നു. മറന്നു പോകരുത്, അത് മഹാ ഉപദ്രവത്തിന് മുൻപത്രേ സംഭവിക്കുന്നത്. മഹത്വ പ്രത്യക്ഷതയെക്കുറിച്ച് ധാരാളം അടയാളങ്ങൾ കർത്താവ് പറഞ്ഞു. മത്തായി സുവിശേഷം 24-25 അധ്യായങ്ങൾ നിങ്ങൾ വായിച്ചു പോകുമ്പോൾ വേദപുസ്തകം പറയുന്നു, ക്ഷാമം, ഭൂകമ്പം, ജാതിയോടുള്ള എതിർപ്പ്, യുദ്ധങ്ങൾ, യുദ്ധശ്രുതികൾ, അന്ത്യകാല സംഭവങ്ങളായി ധാരാളം കാര്യങ്ങൾ മഹത്വ പ്രത്യക്ഷതയെക്കുറിച്ച് യേശു കർത്താവ് പറയുകയാണ്. എന്നാൽ ഈ അന്ത്യകാലത്തായിരിക്കുന്ന നാം മനസ്സിലാക്കേണ്ടതായ കാര്യം, മേഘപ്രത്യക്ഷതയ്ക്ക് ഇനി ഒരു അടയാളങ്ങളും ഇല്ല. ഏത് നേരവും മേഘപ്രത്യക്ഷത സംഭവിക്കാം. അടുത്തൊരു സഭായമുണ്ടോ നമുക്കറിയത്തില്ല. അടുത്തൊരു കൺവെൻഷൻ യോഗത്തിൽ നമുക്ക് പ്രസംഗം കേൾപ്പാനോ കഴിയുമോ അറിയത്തില്ല. ഈ എപ്പിസോഡിന് ആമേൻ പറയാൻ പറ്റുമോ അറിയത്തില്ല. അതിനു മുൻപ് ദൈവത്തിൻ്റെ സഭ മാറ്റപ്പെടാൻ ചാൻസ് ഉണ്ട്.
യഹോവ എൻ്റെ ഇടയൻ എന്നൊരു ഓട്ടോറിക്ഷ നിങ്ങൾ കാണുന്നെങ്കിൽ, നിങ്ങൾ മദ്യപാനിയാണെന്നും പാപിയാണെങ്കിൽ ദയവായി ഓട്ടോറിക്ഷയിൽ കയറരുത്. കാരണം എന്ത്? അതെ, ഏത് സഭയ്ക്കത്തും കർത്താവ് കടന്നു വന്ന് സഭ എടുത്തുകൊള്ളപ്പെടുമ്പോൾ യഹോവയുടെ ഇടയൻ എന്ന ഓട്ടോ ഓടിക്കുന്ന വിശ്വാസിയാണെങ്കിൽ അവൻ എടുത്തുകൊള്ളപ്പെടും. പാപിയാകുന്ന നിന്റെ നട്ടൽ ഒടിഞ്ഞ് ഏതോ കുഴിയിൽ നീ വീണിട്ടായിരിക്കും അന്തിക്രിസ്തുവിൻ്റെ ചുംബനം നീ ഏൽക്കുവാൻ വേണ്ടി പോകുന്നത്. ഏത് നേരത്തും യേശു കർത്താവ് മടങ്ങി വരും. അതെ, പൈലറ്റുമാർ എടുത്തുകൊള്ളപ്പെടുന്ന നിമിത്തം പ്ലെയിൻ ക്രാഷുകൾ ലോകം മുഴുവൻ ഉണ്ടാകും. കപ്പലിൻ്റെ ക്യാപ്റ്റന്മാർ എടുത്തുകൊള്ളപ്പെടുന്ന നിമിത്തം, കപ്പലിലെ ഉദ്യോഗസ്ഥന്മാർ എടുത്തുകൊള്ളപ്പെടുന്ന നിമിത്തം കപ്പലുകൾ മുങ്ങും. അതെ, 10,000-കണക്കിന് ആക്സിഡൻറ്റുകൾ ഉണ്ടാകും ഇന്ത്യയിലും ലോകരാജ്യങ്ങളും. കാരണം എന്ത്? വണ്ടി ഓടിക്കുന്ന വ്യക്തികൾ എടുത്തുകൊള്ളപ്പെടും. ദേശവാസികൾ പറയും, ഇതാ ഡ്രൈവർ ഇല്ലാത്ത വാഹനങ്ങൾ ഓടുന്നു, ഡ്രൈവർ പോയി. കാരണം എന്ത്? ഇനി ഒരു അടയാളങ്ങളും ഇല്ല, ഇനി ഒരു അടയാളങ്ങൾ ഇല്ല. അതിനു മുൻപ് യേശു കർത്താവ് മടങ്ങി വന്ന് തൻ്റെ സഭയെ ചെറുക്കുവാൻ വേണ്ടി കടന്നു പോകുന്നു. അതുകൊണ്ട് റാപ്ചർ ഓഫ് ദ ചർച്ച്, കർത്താവിൻ്റെ മേഘപ്രത്യക്ഷതയ്ക്ക് ഇനി ഒരു പ്രവചനങ്ങളും നിവർത്തീകരിക്കേണ്ട കാര്യം ഇല്ല. ഏത് നേരത്തും കർത്താവ് തൻ്റെ സഭയെ ചെറുപ്പാൻ വേണ്ടി കടന്നു വരുന്നു. ദയവായി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരുങ്ങിയിരുന്നാട്ടെ. നാലാമത് മറ്റൊരു കാര്യം നോക്കുമ്പോൾ ശിക്ഷാവിധി അല്ലെങ്കിൽ ന്യായവിധി. മഹത്വ പ്രത്യക്ഷതയിൽ കർത്താവ് യേശു ക്രിസ്തു കടന്നു വരുമ്പോൾ തേജസ്സിൻ്റെ സിംഹാസനത്തിലിരുന്ന് ന്യായം വിധിക്കുമെന്ന് വേദപുസ്തകം പറയുന്നു. ദൈവത്തിൻ്റെ സഭയും ദൂതന്മാരുമായി യേശു കർത്താവ് ഒലിമലയിൽ ഇറങ്ങി നിന്ന് അന്ന് വരെ ഉള്ളതായ യഹൂദന്മാരെ സംരക്ഷിക്കുകയും യഹൂദന്മാരെ സഹായിക്കുകയും ചെയ്തതായ സകല ജാതികളെ ദൈവം ന്യായം വിധിക്കും. അഫ്കോഴ്സ് യഹൂദന്മാരെ ഉപദ്രവിച്ചവരുണ്ടായിരിക്കും, യേശു കർത്താവിൽ വിശ്വസിക്കാത്തവരുണ്ടായിരിക്കും, മനസ്സാക്ഷി കൂടാതെ ജീവിച്ചവരുണ്ടായിരിക്കും, ദൈവവചനത്തെ ത്യജിച്ച് കളഞ്ഞവർ ഉണ്ടായിരിക്കും. അങ്ങനെ പല കാറ്റഗറിക്കാരെ നിങ്ങൾക്കവിടെ കാണുവാൻ കഴിയും. നീതിമാന്മാർ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇതാ കർത്താവിൻ്റെ മുൻപിൽ നീതിമാന്മാർ ചെമ്മരിയാടുകളെപ്പോലെ വലതുവശത്ത് നിൽക്കുമ്പോൾ ഇടതുവശത്തെ കോലാടുകളെപ്പോലെ അവർ വേർതിരിക്കും എന്ന് വേദപുസ്തകം പറയുന്നു. അത് തേജസ്സിൻ്റെ ന്യായവിധി. മറക്കരുത്, അന്ത്യ ന്യായവിധി പിന്നെയുമുണ്ട്. അത് വെള്ള സിംഹാസനത്തിൻ്റെ ന്യായവിധി. എന്നാൽ തേജസ്സിൻ്റെ ന്യായവിധി നടക്കുന്നത് കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയ്ക്ക് തൊട്ട് അടുത്തത്രേ. യഹൂദന്മാർ 144,000 പേർ സംരക്ഷിക്കപ്പെടുന്നു. ആ യഹൂദന്മാരെ മാറ്റി നിർത്തി ഈ ചെറിയവരിൽ നിങ്ങൾ നന്മ ചെയ്തെങ്കിൽ എന്ന് പറഞ്ഞ് യേശു കർത്താവ് ജാതികളെ ന്യായം വിധിക്കുന്നു. അപ്പോൾ മഹത്വ പ്രത്യക്ഷതയിൽ അതെ ഒരു ന്യായവിധി നിശ്ചയമായി ജാതികൾക്കായിട്ട് ഉണ്ട്. എന്നാൽ മേഘപ്രത്യക്ഷതയിൽ ന്യായവിധി ഇല്ല എന്ന് മനസ്സിലാക്കുക. കാരണം മേഘപ്രത്യക്ഷത യേശു കർത്താവ് കടന്നു വരുന്നത് വിശ്വാസികൾക്ക് വേണ്ടിയാണ്, നീതിമാന്മാർക്ക് വേണ്ടിയാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ സഭയെ ചേർപ്പാൻ വേണ്ടിയാണ് കർത്താവ് കടന്നു വരുന്നത്. സഭയ്ക്ക് ന്യായവിധി ഇല്ല. റോമർക്ക് ലേഖനം 8-ാം അധ്യായം 1-ാം വാക്യം പറയുന്നു, ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. കാരണം 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിന്മേൽ കർത്താവ് യേശു ക്രിസ്തു എനിക്കും നിങ്ങൾക്കും വേണ്ടി സകല ശിക്ഷയും ഏറ്റെടുത്തു. 2 കൊരിന്ത്യർ 5:21 പാപമില്ലാത്തവനായ യേശുവിനെ പിതാവായ ദൈവം നമുക്ക് വേണ്ടി പാപം ആക്കിയത് കൊണ്ട് നമ്മുടെ സകല പാപത്തിൻ്റെ ശിക്ഷ യേശു കർത്താവ് ഏറ്റെടുത്തു. യെശയ്യാ പ്രവചനം 53:10 പറയുന്നു, ഗാഡ് ബ്രൂസ്ഡ് ഹിം, ദൈവം അവനെ തകർത്ത് കളഞ്ഞു. എന്തിനു വേണ്ടി? പാപവും ന്യായവിധിയും നിങ്ങളെയും എന്നെയും തകർക്കാതിരിപ്പാൻ പിതാവായ ദൈവം യേശു കർത്താവിനെ തകർത്ത് കളഞ്ഞു. അതുകൊണ്ട് ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മേലെ നാം രക്ഷിക്കപ്പെടുവാൻ അന്ത്യ ന്യായവിധിയിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ വേറൊരു നാമമില്ല, ഒരേ ഒരു നാമമേ ഉള്ളൂ, നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമം. വേദപുസ്തകം പറയുന്നു, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുന്നു, അവർക്ക് ന്യായവിധി ഇല്ലേ ഇല്ല. റോമർക്ക് ലേഖനം 8-ാം അധ്യായം 1-ാം വാക്യം ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ, ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ബ്രദർ സുരേഷ് ബാബു, ശിക്ഷാവിധിയില്ല, പിന്നെ എന്താ ഉള്ളത്? പ്രതിഫലം അത്രേ ഉള്ളത്. ഈ സുവിശേഷത്തിന് വേണ്ടി ഓടിയതിന്, അധ്വാനിച്ചതിന്, ശരീരം നോക്കാതെ ഉപവസിച്ചതിന്, ഈ സുവിശേഷത്തിന് വേണ്ടി നീ നിന്നതിന്, ദൈവദാസന്മാർക്ക് വേണ്ടിയല്ല, അതേ സംഘടനകൾക്ക് വേണ്ടിയല്ല, ഉപദേശത്തിന് വേണ്ടിയല്ല. 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണികളിൽ ആകാശത്തിന് ഭൂമിക്ക് മധ്യേ കരയിൽ പിടിച്ചിട്ട മത്സ്യം കണക്ക് പിടഞ്ഞ് മരിച്ച നസ്രയനായ യേശു, ദൈവപുത്രനായ യേശുവിന് വേണ്ടി നിന്നത് കൊണ്ട് രഹസ്യത്തിൽ നീ ദൈവത്തിന് വേണ്ടി കർത്താവിന് വേണ്ടി ഓടിയെങ്കിൽ, രഹസ്യത്തിൽ നീ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു എങ്കിൽ പരസ്യത്തിൽ ദൈവത്തിൻ്റെ കൃപയാൽ നിനക്ക് പ്രതിഫലം ഉണ്ട് എന്ന് വേദപുസ്തകം പറയുന്നു. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 10-ാം വാക്യം, അതെ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ ഞാനും നിങ്ങൾ നിൽക്കും. എല്ലാ പാട്ടുകാരുണ്ടായിരിക്കും, എല്ലാ മിഷണന്മാരുണ്ടായിരിക്കും, എല്ലാ പ്രാസംഗികർ, എല്ലാ പ്രവാചകന്മാർ, എല്ലാ അപ്പോസ്തലന്മാർ, സകലരും സ്തോത്രം ആ ക്രിസ്തു യേശുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കുമ്പോൾ അന്ന് നിങ്ങൾ നിൽക്കും. വാടുന്ന പ്രതിഫലത്തിനല്ല, വാടാത്ത പ്രതിഫലത്തിന് വേണ്ടി. അതുകൊണ്ട് നമുക്ക് ഒരുങ്ങാം, മഹത്വ പ്രത്യക്ഷതയ്ക്കായിട്ടല്ല, മേഘ പ്രത്യക്ഷതയ്ക്കായി. മഹത്വ പ്രത്യക്ഷത ഇതാ ദുഷ്ടന്മാരെയും നീതിമാന്മാരെയും കർത്താവ് യേശു ക്രിസ്തു തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനത്തിന് മുൻപിൽ വേർതിരിച്ച് നിർത്തുന്നു.
എന്നാൽ മേഘപ്രത്യക്ഷതയിൽ സംഭവിക്കുന്നത് നീതിമാന്മാർ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുന്നു. രണ്ട് കൂടിച്ചേരലുകളെ നിങ്ങൾക്കവിടെ കാണുവാൻ ഗുണം കഴിയും. ഒന്നാമതായി ഞാൻ പറയട്ടെ, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാളധ്വനിയോടും കൂടെ കടന്നു വരുമ്പോൾ നീതിമാന്മാർ, യേശുവിൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടവർ, വിശുദ്ധന്മാർ, ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവർ, ലോകരാജ്യങ്ങളിൽ നിന്ന്, ദ്വീപസമൂഹങ്ങളിൽ നിന്ന്, ഗ്രാമങ്ങളിൽ, പട്ടണങ്ങളിൽ, എല്ലാ സ്ഥാനത്ത് നിന്ന് നോൺ ഡിനോമിനേഷനായി സംഘടനാ ഭേദമന്യേ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എടുത്തുകൊള്ളപ്പെടുന്നു. അവിടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ യേശു കർത്താവ് തുടച്ചു കളയുന്നു. നീതിമാന്മാരുടെ ഗ്യാതറിംഗ് അത്രേ, നീതിമാന്മാരുടെ കൂടിച്ചേരൽ അത്രേ കർത്താവിൻ്റെ മേഘപ്രത്യക്ഷതയിൽ മധ്യാകാശത്തിൽ സംഭവിപ്പാൻ വേണ്ടി പോകുന്നത്. നാം പാടാറുണ്ട്, പേർ വിളിക്കും നേരം കാണും എൻ പേരും, പേർ വിളിക്കും നേരം കാണും എൻ പേരും. വർഷങ്ങൾക്ക് മുമ്പ് തിരുവല്ലയ്ക്കടുത്ത് ഒരു കുരിയച്ചനുണ്ടായിരുന്നു. ബ്രദർ കുര്യൻ കുവൈറ്റിൽ വലിയൊരു ഉദ്യോഗസ്ഥനായിരുന്നു. നാട്ടിൽ ലീവിന് വേണ്ടി വന്നു. സകല കാര്യങ്ങൾ ക്രമീകരിച്ചു. ഒരു അപകടത്തിൽപ്പെട്ട് എൻ്റെ സഹോദരൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മൃതശരീരത്തെ ഇതാ സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകുന്നതായ ആ സമയത്ത്, ആ ശവം ആ വീട്ടിൽ നിന്ന് എടുക്കേണ്ട സമയത്ത്, ആ ബോഡി എടുക്കേണ്ട സമയത്ത് തൻ്റെ കുഞ്ഞുങ്ങൾ, തൻ്റെ ഭാര്യ കരഞ്ഞില്ല. പ്രത്യാശയുടെ ഒരു ഗാനം അവർ പാടി. പുത്തനാം യെരൂശലേമിൽ ഞങ്ങൾ എത്തും. ആ പുത്തനാം യെരൂശലേമിൽ ഞങ്ങൾ എത്തുമ്പോൾ ഞങ്ങളുടെ പപ്പയുടെ മുഖം വീണ്ടും ഞങ്ങൾ മുഖാമുഖമായി കാണും. കുവൈറ്റിൽ നിന്ന് താൻ ആഴ്ചകളും മാസങ്ങളും കഴിഞ്ഞ് മടങ്ങി വരുന്നത് പോലെ ചില ദിവസം കഴിയുമ്പോൾ ഞങ്ങളുടെ പപ്പയുടെ മുഖം ഞങ്ങൾ വീണ്ടും കാണും. അതിൻ്റെ പേരത്രേ പ്രത്യാശ. പ്രത്യാശ എന്ന നങ്കൂരം. യേശു കർത്താവ് മടങ്ങി വരുമ്പോൾ ദൈവത്തിൻ്റെ കൃപയാൽ നമ്മളെ പ്രിയപ്പെട്ടവരെ നമ്മൾ കാണും. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ദ ഗ്യാതറിംഗ് ഓഫ് റൈച്ചസ് വൺ. നീതിമാന്മാർ ദൈവത്തിൻ്റെ സന്നിധികൾ കൂടി വരുന്നത്രേ കർത്താവിൻ്റെ സന്നിധിയിൽ മധ്യാകാശത്തിൽ സംഭവിപ്പാൻ വേണ്ടി പോകുന്നത്. എന്നാൽ മറുവശത്ത് കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ എന്താ സംഭവിക്കുന്നത്? നേരെ തിരിച്ച് മത്തായി സുവിശേഷം 13-ാം അധ്യായം 41-ാം വാക്യം നിങ്ങൾക്കായി വായിക്കട്ടെ. എനിക്ക് കാണാതെ പറയുവാൻ അറിയാം, ഇത് ഊഹാഭോഗമല്ല എന്ന് അറിയേണ്ടതിന് വേണ്ടി 13-41 മത്തായി സുവിശേഷം ഈ പ്രകാരം പറയുന്നു: മനുഷ്യപുത്രൻ ദൂതന്മാരെ അയക്കും, അവർ തൻ്റെ രാജ്യത്തിൽ നിന്ന് എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കാത്തവരെയും കൂട്ടിച്ചേർത്ത് തീയിൽ ഇട്ടുകളയും. ഒന്നാമതായി അത് യേശുവിൻ്റെ മേഘപ്രത്യക്ഷതയിൽ നീതിമാന്മാരെ കൂട്ടിച്ചേർക്കുമെങ്കിൽ, രണ്ടാമതായി മഹത്വ പ്രത്യക്ഷതയിൽ വേദപുസ്തകം പറയുന്നു ഇടർച്ച പ്രവർത്തിക്കുന്നവരെയും ദുഷ്ടന്മാരെയും കൂട്ടിച്ചേർത്ത് തീയിൽ നരകത്തിൽ ഇട്ടുകളയും. ഒന്നാമത്തെ വരവെങ്കിൽ വിശുദ്ധന്മാരെ കൂട്ടിച്ചേർക്കുന്നു. രണ്ടാമത്തെ മഹത്വ പ്രത്യക്ഷതയിൽ ദുഷ്ടന്മാരെ കൂട്ടിച്ചേർത്ത് തീയിൽ ഇട്ടുകളയുന്നു. എന്തിനു വേണ്ടി? 1000 ആണ്ട് ഈ ലോകത്തെ യേശു കർത്താവ് ഭരിക്കുമ്പോൾ ഇടർച്ച വരുത്തുന്നവരും ദുഷ്ടന്മാരും ഇല്ലാതെ ഇരിക്കുവാൻ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇടർച്ച വരുത്തുന്നവരും ദുഷ്ടന്മാരും 1000 ആണ്ട് യേശുവിൻ്റെ രാജ്യത്തിൽ ഇല്ല. അർത്ഥം ഞാൻ പറയട്ടെ, പ്രതിപക്ഷം ഇല്ലാത്ത ഒരു 1000 ആണ്ട് ഭരണം ഈ ലോകത്തിൽ വരുവാൻ വേണ്ടി പോകുന്നു. അയ്യോ, പ്രതിപക്ഷം മാത്രമല്ല, മരണം ഇല്ലാത്തതായ ഒരു കാലം. കുഞ്ചൻ നമ്പ്യാർ പണ്ട് പാടിയില്ലേ, കാലനില്ല കാലം. സ്കൂളിൽ നമ്മൾ പഠിച്ചു, കാലനില്ല കാലം. അത് സംഭവിപ്പാൻ പോകുന്നു. 1000 ആണ്ട് ഈ ലോകത്ത് മരണം ഇല്ല. 1000 ആണ്ട് അബോർഷൻ ഇല്ല. 1000 ആണ്ട് ഞങ്ങളുടെ തിരുവനന്തപുരം പൂജപ്പുര ജയിൽ ഉൾപ്പെടെയുള്ള സകല ജയിലുകളും ശൂന്യമായിരിക്കും. 1000 ആണ്ട് പട്ടാളത്തിന് ജോലിയില്ല. 1000 ആണ്ട് ഒരൊറ്റ കേസ് പോലും അതേ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യുകയില്ല. 1000 ആണ്ട് സുനാമിയും കൊടുങ്കാറ്റും അതേ ഭൂമി കുലുക്കവും പ്രകൃതിക്ഷോഭങ്ങളും ഇല്ല. 1000 ആണ്ട് മറ്റ് പ്രതിസന്ധികളും മഹാരോഗങ്ങളും ഇല്ല. കാരണം നിന്റെയും എൻ്റെയും വീട്ടിലെ ടെലിവിഷന്റെ റിമോട്ട് കൺട്രോൾ നമ്മൾ പിടിച്ചിരിക്കുന്നത് പോലെ രാജാതി രാജാവായി കർത്താതി കർത്താവായി യേശു കർത്താവ് 1000 ആണ്ട് ഈ ലോകത്ത് സമാധാന രാജ്യം സ്ഥാപിപ്പാനായി അവൻ വേഗം മടങ്ങി വരുവാൻ പോകുന്നു. മേഘപ്രത്യക്ഷതയിൽ സംഭവിക്കുന്നത് എന്താണ്? കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാളധ്വനിയോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തി നിൽക്കുന്നു. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തി നിൽക്കുന്നു. നമ്മുടെ അപ്പച്ചന്മാരെ നമ്മൾ വീണ്ടും കാണുവാൻ പോകുന്നു. നമ്മുടെ അമ്മച്ചിമാരെ വീണ്ടും കാണുവാൻ പോകുന്നു. നമ്മളെ ദൈവകൃപയിലേക്ക് നടത്തുകയും ബലപ്പെടുത്തുകയും ചെയ്ത് തിരശ്ശീലയ്ക്ക് അപ്പുറത്ത് സ്വർഗസ്ഥലങ്ങളിൽ അതേ ചേർക്കപ്പെട്ടതായ വിശുദ്ധന്മാരെ നമ്മൾ വീണ്ടും കാണുവാൻ പോകുന്നു. അത് നമ്മുടെ പ്രത്യാശയാണ്. ക്രിസ്തുവിൽ മരിച്ച മൃതന്മാർ ഭാഗ്യമുള്ളവർ. വെളിപ്പാട് പുസ്തകം 14:13 തിരുവചനം പറയുന്നു, ക്രിസ്തുവിൽ മരിച്ച മൃതന്മാർ ഭാഗ്യമുള്ളവർ. ആ ക്രിസ്തുവിൽ മരിച്ചവരെ നമ്മൾ വീണ്ടും കാണുവാൻ വേണ്ടി പോകുന്നു. ക്രിസ്തുവിൽ മരിക്കണമെങ്കിൽ ക്രിസ്തുവിൽ ജീവിക്കണം. ക്രിസ്തുവിൽ ജീവിക്കുന്നവർ ക്രിസ്തുവിൽ മരിക്കുന്നു. ക്രിസ്തു വരുമ്പോൾ അവർ ഉയർത്തി നിൽക്കപ്പെടുന്നു. അതുകൊണ്ട് ക്രിസ്തുവിൽ നമുക്ക് ജീവിക്കാം. രണ്ടാമത്, ദൈവത്തിൻ്റെ ജനം രൂപാന്തരപ്പെടുന്നു. ഇന്ന് ജീവിച്ചിരിക്കുന്ന കോടിക്കണക്കിന് വിശുദ്ധന്മാർ രൂപാന്തരപ്പെട്ട് പഞ്ചായത്തുകളിൽ നിന്ന്, മുനിസിപ്പാലിറ്റികളിൽ നിന്ന് അതേ അവരെ കാണാതെയാകും.
മുഖ്യമന്ത്രി ഞെട്ടും, പ്രധാനമന്ത്രി ഞെട്ടും. അവർ പറയും, അയ്യോ നമ്മുടെ ജനം കാണുന്നില്ല, കോടിക്കണക്കിന് ജനം കാണുന്നില്ല. യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട കോടിക്കണക്കിന് ജനം, അതെ, ലോക്കൽ നേതാക്കന്മാരുടെ പെർമിഷൻ കൂടാതെ രാജാതി രാജാവിൻ്റെ സമയത്ത് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എടുത്തുകൊള്ളപ്പെടുവാൻ വേണ്ടി പോകുന്നു. യേശു വേഗം കടന്നു വരുന്നു. എന്നാൽ രണ്ടാമതായി ഭൂമിയിൽ സംഭവിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കർത്താവ് യേശു വായിലെ ശ്വാസത്താൽ അന്തിക്രിസ്തുവിനെ ഒടുക്കിക്കളയും. എന്ന് പറഞ്ഞാൽ വായിലെ ശ്വാസം ഒരു പൊടിയെ ഊതിക്കളയുന്നത് പോലെ യേശു കർത്താവ് വായിലെ ശ്വാസത്താൽ അന്തിക്രിസ്തുവിനെ ഒടുക്കിക്കളയും. അത്രയേ ഉള്ളൂ അന്തിക്രിസ്തു. കാരണം യേശു രാജാതി രാജാവ്, യേശു അന്തിക്രിസ്തുവിനേക്കാൾ വലിയവൻ. അത്രയേ ഉള്ളൂ. ക്യാൻസറിനേക്കാൾ യേശു വലിയവൻ, കൂടോത്രത്തെക്കാൾ യേശു വലിയവൻ, ശാപങ്ങളെക്കാൾ യേശു വലിയവൻ, നീയും ഞാനും അനുഭവിക്കുന്ന പർവ്വത സമാനമായ ഏത് വിഷയത്തെക്കാൾ യേശു കർത്താവ് വലിയവൻ. ആ യേശുവിന് അത്രയേ ഉള്ളൂ. അന്തിക്രിസ്തു വായിലെ ശ്വാസത്താൽ അവനെ ഒടുക്കിക്കളയും. വായിലെ ശ്വാസത്താൽ അന്തിക്രിസ്തുവിനെ ഒടുക്കിക്കളഞ്ഞ് കള്ളപ്രവാചകനെ അതെ നരകത്തിലേക്ക് തള്ളിയിട്ട് 1000 ആണ്ട് ഒരു ദൂതൻ ഇറങ്ങി, ഒറ്റ ദൂതൻ ഇറങ്ങി സാത്താനെ 1000 ആണ്ടേക്ക് ചങ്ങലക്കിടുന്നു. ഒറ്റ ദൂതൻ മതി സാത്താനെ ചങ്ങലക്കിടുകാൻ, ഒരു ദൂതൻ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അപ്പോൾ നമുക്കെത്ര ദൂതന്മാരുണ്ട്? കുറഞ്ഞത് എനിക്കും നിനക്കും 2 ദൂതന്മാരുണ്ട്. ധൈര്യമായിരിക്കുക. ഒറ്റ ദൂതൻ മതി ലൂസിഫറിനെ, പഴയ പാമ്പനെ ചങ്ങലക്കിടാൻ. എന്നാൽ നമുക്ക് കുറഞ്ഞത് 2 ദൂതന്മാരുണ്ട്. നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ വലിയവനത്രേ. അതുകൊണ്ട് ഒരുങ്ങാം. എന്തിനു വേണ്ടി? മഹത്വ പ്രത്യക്ഷതയ്ക്കായിട്ടല്ല, മേഘ പ്രത്യക്ഷതയ്ക്കായി. ഒടുവിലായി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. മഹത്വ പ്രത്യക്ഷതയിൽ ആരുടെയും ശരീരമണ്ഡലങ്ങൾക്ക് മാറ്റമില്ല. അവരതേ ശരീരത്തോടു കൂടെ തന്നെ കർത്താവിൻ്റെ തേജസ്സിൻ്റെ സിംഹാസനത്തിൽ ദുഷ്ടന്മാരും നീതിമാന്മാരും നിൽക്കുന്നു. എന്നാൽ മേഘ പ്രത്യക്ഷതയിൽ ഈ ശരീരം ഒറ്റ സെക്കൻഡിന് 10 സമയം കൊണ്ട് അത് രൂപാന്തരപ്പെടുന്നു. കണ്ണിമയ്ക്കുന്നതിനുള്ളിൽ, അതാണ് ആ സമയം മലയാള ബൈബിൾ പറയുന്നത്. ഇംഗ്ലീഷ് ബൈബിൾ പറയുന്നു വിത്തിൻ ദ ട്വിങ്ക്ലിംഗ് ഓഫ് ആൻ ഐ. ഒരു സെക്കൻഡിന് 11 സമയമാകുമ്പോൾ ദൂതന്മാർക്ക് തുല്യമായ ശരീരം കർത്താവ് നമുക്ക് നൽകുവാൻ പോകുന്നു. ആ ശരീരത്തിൽ ഡയബറ്റിക് ഇല്ല, ആ ശരീരത്തിൽ ക്യാൻസർ ഇല്ല, ആ ശരീരത്തിൽ പാരമ്പര്യ ശാപങ്ങളില്ല, ആ ശരീരത്തിൽ ഇതുപോലെ വിയർക്കത്തില്ല. അത് വിയർക്കാത്ത, രോഗമില്ലാത്ത, ബലഹീനതയില്ലാത്ത ഒരു ശരീരം ഒരു സെക്കൻഡിന് 11 സമയം കൊണ്ട് ഈ ലോകത്തിൽ ദൈവം നിങ്ങൾക്ക് നൽകുവാൻ പോകുന്നു. അന്ന് ആ ശരീരം കർത്താവ് നൽകുന്നെങ്കിൽ ഇന്ന് ഒറ്റ സെക്കൻഡ് കൊണ്ട് നിങ്ങളെ സൗഖ്യമാക്കാൻ, നിങ്ങളെ വിടിവിപ്പാൻ യേശുവിന് കഴിയും.